നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഈ മാസം 7-ാം തീയതി മുതൽ വിദേശത്ത് നിന്ന് ഇന്ത്യക്കാരെ സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുപോകുമെന്ന വാർത്ത പ്രവാസ ലോകത്തെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ വിമാന ടിക്കറ്റിനും നാട്ടിലെ ക്വാറന്റൈൻ താമസത്തിനും മടങ്ങുന്നവർ തന്നെ പണം മുടക്കണമെന്ന നിബന്ധന ജോലിയും ശമ്പളവുമില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന പലർക്കും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഗർഭിണികൾ എന്നിവർക്കാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മുൻഗണന. നേരത്തെ കപ്പലിലാകും ഇവരെ കൊണ്ടുവരിക എന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ വിമാനങ്ങളും നാവികസേന കപ്പലുകളും യാത്രയ്ക്ക് ഉപയോഗിക്കും എന്നാണ് വിവരം. മാസങ്ങളായി ജോലിയും ശമ്പളവും ഇല്ലാതെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർ, സന്ദർശക വിസയിലെത്തി കൃത്യമായി ഭക്ഷണം പോലും ഇല്ലാതെ ദുരിതത്തിലായവർ, ഏറെ കാലമായി ജോലി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നവർ തുടങ്ങിയവരാണ് വിമാന ടിക്കറ്റിനും ക്വാറന്റൈനും പണം മുടക്കണമെന്ന നിബന്ധനയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. തങ്ങളുടെ യാത്ര മുടങ്ങുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഇവരെല്ലാം. ആയിരക്കണക്കിന് തൊഴിലാളികളും സന്ദർശക വിസക്കാരുമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുപോക്കിനായി കാത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് ഗൾഫിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും. മലയാളികളും ഒട്ടേറെയുണ്ട്. ഇവർക്ക് മലയാളി സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും എത്തിച്ചിരുന്ന ഭക്ഷണമായിരുന്നു ഏക ആശ്വാസം. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ തണൽ പ്രതീക്ഷിച്ച് ജോലി തേടി ഗൾഫിലെത്തിയ യുവതി യുവാക്കളും ദുരിതത്തിലാണ് കഴിയുന്നത്. നാട്ടിൽ നിന്നും കടം വാങ്ങിയും ബന്ധുക്കളുടെ സ്വർണവും മറ്റും പണയം വെച്ചും എത്തിയവർ പ്രതിമാസം ബെഡ് സ്പേസിന് മാത്രം 300 ദിർഹം, ഭക്ഷണത്തിന് ചുരുങ്ങിയത് 250 ദിർഹം തുടങ്ങി എന്നിങ്ങനെ മുടക്കിയാണ് കഴിഞ്ഞിരുന്നത്. മിക്കവരും ജോലി അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കെയാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതും പ്രതിസന്ധിയിലായതും. ഇവരുടെ എല്ലാം വിസ കാലാവധി ഈ വർഷാവസാനം വരെ സൗജന്യമായി നീട്ടിക്കൊടുക്കാൻ UAE സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. UAE സർക്കാർ തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടും ഇന്ത്യൻ സർക്കാർ യാത്രാ ചെലവ് പോലും ഈടാക്കുന്നത് വലിയ വിഷമമുണ്ടാക്കുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം. നാട്ടിലെത്തിയാൽ ചിലർക്കെങ്കിലും ബന്ധുക്കൾ വഴി ക്വാറന്റൈനിൽ കഴിയേണ്ട പണം നൽകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പ്രവാസികളായ ഭൂരിഭാഗം പേരെയും ആശ്രയിച്ചാണ് നാട്ടിൽ പല കുടുംബങ്ങളും കഴിയുന്നത്. അവർക്ക് ഈ അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്ക ഇതുവരെ അവസാനിച്ചിട്ടില്ല. നാട്ടിലേക്ക് പോകുന്നവർ തന്നെ യാത്രാ ചെലവ് വഹിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം വന്നിരിക്കെ ഗൾഫിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ഉയർന്ന് പ്രവർത്തിക്കണമെന്നാണ് സാമൂഹിക പ്രവർത്തകരുടെയും മറ്റും ആവശ്യം. ഈ കാര്യം നേരത്തെ തന്നെ പലരും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എംബസി, കോൺസുലേറ്റ് ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നുമില്ല. നയതന്ത്ര കാര്യാലയങ്ങളിൽ വിവിധ സേവനങ്ങളോട് അനുബന്ധിച്ച് ഈടാക്കുന്ന അധിക തുക പ്രവാസി ക്ഷേമത്തിനുള്ള ഫണ്ടിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിൽ വൻതുക ഫണ്ടിലുണ്ടെന്നാണ് വിവരം. പാവപ്പെട്ടവർ മരിക്കുമ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മാത്രമേ നിലവിൽ ഈ തുക ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ യാത്രാ ചെലവിനും ക്വാറന്റൈൻ കാര്യങ്ങൾക്കും തുക ഉപയോഗിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുകയാണ്. കൂടാതെ കോവിഡ് ബാധിതരല്ല എന്ന് ഉറപ്പിക്കാനുള്ള പരിശോധന നടത്തുന്നതിനും നയതന്ത്ര കാര്യാലയങ്ങൾ മുന്നോട്ട് വരണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.